ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആസ്യൂസിൻ്റെ ഏറ്റവും പുതിയ ഫോണായ ആസ്യൂസ് സെൻഫോൺ 6നെ കുറിച്ചാണ്. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ അല്ല, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ആസ്യൂസിൻ്റെ സെൻഫോൺ 6ൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.4 ഇഞ്ചിൻ്റെ നാനോ എഡ്ജ് ഡിസ്പ്ലേ ആണ് വിത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസോട് കൂടിയ ഡിസ്പ്ലേ ആണ്. അതുപോലെ IPS LCD 16mm കളറാണ് ഡിസ്പ്ലേയിൽ വരിക. നല്ലൊരു ഫീച്ചർ കിട്ടുന്നൊരു ഡിസ്പ്ലേ ആണ്. നല്ല റെസൊല്യൂഷനാണ്. 1080x2340 പിക്സലാണ്. അതേപോലെ 90.5x9 ആണ് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഈ ഡിസ്പ്ലേയുടെ ആസ്യൂസ് പുറത്തിറക്കിയിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ അനുഭവമാണ് ആസ്യൂസിൻ്റെ ഈ സെൻഫോൺ 6 കൊണ്ട് ആസ്യൂസ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ OS ആൻഡ്രോയിഡ് പൈ ആണ്. അത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ Zen UI ആണ് അതിൻ്റെ ഒരു വേർഷൻ വന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല. അതേപോലെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പായ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒക്ടാ കോർ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കൂടുതൽ സ്പീഡ് ഈ ആസ്യൂസിൻ്റെ സെൻഫോൺ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആസ്യൂസ് ഈ SDM ഇറക്കിയിരിക്കുന്നത്. അതേപോലെ മെമ്മറി നോക്കുകയാണെങ്കിൽ 1 TB ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്. മെമ്മറി കാർഡിന് വേണ്ടിയിട്ട് അപ് ടു 1 TB വരെ നമുക്ക് സ്ലോട്ട് ഉണ്ട്. അതേപോലെ 256 GB ആണ് 8 GB റാം വേരിയൻറ്റിൽ. അതേപോലെ 6 GB റാം വേരിയൻറ്റിൽ 64 GB 128 GB അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി വരിക. ക്യാമറ നോക്കുകയാണെങ്കിൽ വേൾഡ് ഫസ്റ്റ് കൺട്രോളബിൾ മോട്ടറൈസ്ഡ് ക്യാമറ എന്നാണ് ആസ്യൂസ് ഇതിൻ്റെ ക്യാമറയെ പരിചയപ്പെടുത്തുന്നത്. 48 മെഗാ പിക്സലിൻ്റെയും 13 മെഗാ പിക്സലിൻ്റെയും 2 ക്യാമറയാണ്. അത് അപ്പേർച്ചർ വൈഡ് അപ്പേർച്ചർ 1.79 ആണ് അതിൻ്റെ അപ്പേർച്ചർ പറയുന്നത്. അതുപോലെ ഡ്യുവൽ LED ഫ്ലാഷ് ഉണ്ട്, HDR ഉണ്ട്, ഓട്ടോ പനോരമ. അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചർ ആണെങ്കിൽ 4K ഫുൾ HD ആൻഡ് HD റെക്കോർഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ്. അതാണ് ഈ മോട്ടറബിൾ കൺട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൗണ്ട് നോക്കുകയാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഫോൺ പുറത്തിറങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ 24 ബിറ്റ് 192 kHz ഓഡിയോ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വിത്ത് ഡെഡിക്കേറ്റഡ് മൈക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ആസ്യൂസിൻ്റെ മറ്റു ഫോണുകളിലെ പോലെ തന്നെ നല്ലൊരു സെൻഫോൺ 6ലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫീച്ചേഴ്സ് ആണെങ്കിൽ സെൻസർ ഫിംഗർ പ്രിൻറ്റ് റിയർ മൗണ്ടഡ്. മറ്റുള്ള ഫോണുകളിലെ പോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് റിയർ മൗണ്ടഡ് ആണ്, അല്ല ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. പിന്നെ ആക്സിലറോമീറ്റർ ഉണ്ട്, ജൈറോ ഉണ്ട്, പ്രോക്സിമിറ്റി ഉണ്ട്, കോമ്പസ് ഉണ്ട്. പിന്നെ ഇതിൽ വരാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ AR എന്നൊരു ഓപ്ഷൻ ആസ്യൂസ് ഈ ഫോണിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ആസ്യൂസിൻ്റെ മറ്റു ഒരു ഫോണിലും തന്നെ ആസ്യൂസ് AR ഫീച്ചർ ഇല്ല. അപ്പോൾ AR ഫീച്ചറും കൂടി ഇതിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. $5000 mAh ബാറ്ററി, അതാണ് ആസ്യൂസ് സെൻഫോണുകൾ. സെൻഫോൺ മാക്സ് പ്രോ മുതൽ ആസ്യൂസ് പുറത്തിറക്കിയിരിക്കുന്ന എല്ലാ ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ്. 2 ദിവസം എങ്കിലും ഫുൾ ചാർജ് നിൽക്കുന്ന ബാറ്ററിയാണ്. അതുപോലെ അവർ തന്നെ പറയുന്നത് സ്റ്റാൻഡ് ബൈ അപ് ടു 624 അവർ നമുക്ക് സ്റ്റാൻഡ് ബൈ ടൈം കിട്ടും. അതുപോലെ ടോക്ക് ടൈം 33 അവർ ടോക്ക് ടൈമും ആസ്യൂസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആസ്യൂസിൻ്റെ സെൻഫോൺ 6 എന്ന ഈ പുതിയ മോഡൽ ഫോണിൽ. ഫാസ്റ്റ് ബാറ്ററി ചാർജിങ് ആണ്. പിന്നുള്ളൊരു കുറച്ച് കോമൺസ് പാരാമീറ്ററാണ്. ഇത് ഡ്യുവൽ സിം ആണ്. 2 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മിഡ് നൈറ്റ് ബ്ലാക്കും ട്വിലൈറ്റ് സിൽവറും. പിന്നെ നെറ്റ്വർക്ക് ഉള്ളത് GSM HPA LTA വോൾട്ടി സപ്പോർട്ടിംഗ് ആണ്. ഡ്യുവൽ സിം ആണ്, നാനോ സിം ആണ്, ഡ്യുവൽ സ്റ്റാൻഡ് ബൈ. അത് മറ്റുള്ള ഫോണുകളിലെ പോലെ തന്നെ നാനോ സിം ആണ്, ഡ്യുവൽ സ്റ്റാൻഡ് ബൈ സിം ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുന്ന ബെൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടേക്കുക.
our bodies higher.